പ്രഭാവതി നമ്മളെ കൊടുക്കാൻ വെച്ച കെണിയില് ചേച്ചി അങ്ങ് വീണു അല്ലേ? ചേച്ചി ആ സ്ത്രീ പറഞ്ഞ് വിശ്വസിക്കരുത്. പ്രഭാവതി പറഞ്ഞത് വിശ്വസിക്കണ്ട, പക്ഷേ ബാലു പറഞ്ഞത് വിശ്വസിക്കാലോ. ബാലുവിന് എന്ത് പറഞ്ഞു? എന്തായത്? വായിച്ചു നോക്ക്. എനിക്ക് മാപ്പ് ചോദിക്കാൻ പോലും അർഹതയില്ല. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ നമ്മുടെ വിവാഹത്തിന് മുൻപ് ഞാനൊരു പെണ്ണിനെ സ്നേഹിച്ചിരുന്നു. അതിൽ ഒരു കുഞ്ഞുണ്ടായ കാര്യം എപ്പോഴാണ് അറിയുന്നത്. സിദ്ധാർത്ഥനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന സിദ്ധാർത്ഥന്റെ മകളാണെന്ന് അവകാശപ്പെടുന്ന തനുജ വാസ്തവത്തിൽ എന്റെ മകളാണ്. ചേച്ചി ഇത് സംശയിക്കണ്ട, ബാലു എഴുതിയത് തന്നെയാ. ബാലുവിന്റെ കൈപ്പട തന്നെയാ. ഈ കത്ത് കണ്ടപ്പോ ആദ്യം എനിക്ക് ബാലുവിനോട് പക തോന്നി. മരണം ദൈവം കൊടുത്ത ശിക്ഷയെന്ന് കരുതി. പിന്നെ സാവകാശം ചിന്തിച്ചു. ഇപ്പോ എനിക്ക് ബാലുവിനോട് പാവം തോന്നും. ഒന്ന് നോക്കിയ ബാലുവിന്റെ മരണത്തിൽ ഞാനും കാരണക്കാരിയാണെന്ന് തോന്നും. ഞാൻ കാരണം സിദ്ധാർത്ഥന് ബാലുവിനോട് ശത്രുത തോന്നിയത്. സിദ്ധാർത്ഥൻ ബാലുവിനെ കൊല്ലാനിടയാക്കിയത് ഞാൻ കാരണം. തനുജയെ കൊണ്ടുവരാൻ ബാലു പറഞ്ഞപ്പോ അത് ഞാൻ അംഗീകരിക്കണമായിരുന്നു. ചേച്ചി ചേച്ചി എന്തൊക്കെയാ പറയുന്നത്? ആളിയൻ അങ്ങനെയൊക്കെ പറഞ്ഞു ചോദിച്ചു. ചുമ്മാ ഒരു പെണ്ണിനെ മോളെന്ന് പറഞ്ഞ് വിളിച്ച് കേട്ടാൻ പറ്റുമോ? ചേച്ചി ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ഞാൻ ന്യായീകരണങ്ങളൊന്നും വേണ്ട. ശത്രുപക്ഷത്ത് ചന്ദ്രത്തുകാര് തന്നെയാ. അതൊക്കെ ആയിക്കോട്ടെ, പക്ഷെ ബാലുവിന്റെ ആത്മാവിന് ശാന്തി കിട്ടണം. നെഞ്ചു പുകഞ്ഞ ബാലു നടന്നത്. ആ സമ്മർദ്ദം താങ്ങാനാവാതെയാ ബാലു കുടിച്ചത്. ഞാനൊന്ന് ശ്രദ്ധയോടെ ബാലുവിനെ കേട്ടിരുന്നെങ്കിൽ ബാലു ഇപ്പോഴും ജീവിച്ചിരുന്നേനെ. എനിക്ക് സമാധാനം വേണം. അതുകൊണ്ട് തന്നെ തനുജയെ ഞാൻ മകളായി സ്വീകരിക്കുക. ചേച്ചി ചാടിക്കേറി ഓരോ തീരുമാനങ്ങൾ എടുക്കരുത്. എന്റെ തീരുമാനങ്ങൾ മാറ്റാൻ ശ്രമിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചങ്ങ് പോവും. ഇവിടെ നീ എന്തോ ആയിക്കോ. നീ എന്നെ ഒന്ന് മനസ്സിലാക്ക്. ശരി, ഞാൻ ചോദിക്കട്ടെ. ആ സിദ്ധാർത്ഥൻ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി ബാലുവട്ടനെ കൊണ്ട് എഴുതിപ്പിച്ചതാണെങ്കിലും ഈ കത്ത് കുറച്ചുകാലം കേസിന്റെ പുറകെ നടന്നാലും ഈ രീതിയിൽ ഒരു തിരിച്ചുവരവ് ആ സിദ്ധാർത്ഥൻ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. അവന്റെ ഒരു കുറുക്കം ബുദ്ധി ആയിക്കൂടെ ഈ കത്ത്? ഇല്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. എന്നാ എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. രാഷ്ട്രീയക്കാരനാ, സകല സൂത്രങ്ങളും അറിയാം. ത്യാഗരാജ, നീ മനസ്സിൽ കണ്ട കാര്യങ്ങൾ നീ നടത്തുക. പക്ഷേ തനുജിയെ എന്റെ മകളായി സ്വീകരിക്കാൻ ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു. എനിക്കൊരു കൂട്ട് വേണം. എനിക്ക് ലാളിക്കാൻ, സ്നേഹിക്കാൻ, അമ്മയായിട്ട് കൂട്ടു നിൽക്കാൻ എനിക്കൊരാള് വേണം. അത് ആരിലോ ജനിച്ച ബാലുവിന്റെ മകള് തന്നെ ആയിക്കോട്ടെ. ചേച്ചി വേണ്ട, ഒന്നും പറയണ്ട. എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. നീ പോയി എന്റെ മോക്ക് ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ വാങ്ങിട്ട് വാ.